വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ഡിസ്കസ് ചെയ്തു. അവിടെ ഇൻഡക്ഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന് ബാക്കിയായിട്ടുള്ള ഡിഡക്ഷനും അനലോഗി, അനാലിസിസ് ആൻഡ് സിന്തസിസ് തുടങ്ങിയവ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഡക്ഷൻ. ദിസ് ഇസ് ഫൗണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫൗണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ. Deduction is deductive reasoning in which one proceeds from general to specific aspects using prescribed rules of logic. Deduction എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്തിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ആസ്പെക്ട്സിലേക്ക് എത്തിച്ചേരാണ് ചെയ്യുന്നത്. ഡിഡക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ടു ജനറൽ എന്ന് പറഞ്ഞു. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ജനറൽ ടു സ്പെസിഫിക് ആണ്. എ ഫോർമുല ഓഫ് ഓർ എ ഡെഫിനിഷൻ ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ ആസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ട്രൂത്ത് ഫോർ ഇൻ്റർപ്രറ്റിംഗ് എ സ്പെസിഫിക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഡെഫിനിഷൻ എല്ലാം നമ്മൾ ഫോർ ഇൻ്റർപ്രറ്റിംഗ് എ സ്പെസിഫിക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോബ്ലം, നമ്മൾക്കൊരു സ്പെസിഫിക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അതിൻ്റെ റിസൾട്ട് സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ തിയറി അല്ലെങ്കിൽ ലോ എന്തോ ആയിക്കോട്ടെ ജനറലൈസേഷൻസിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു ഡിഡക്റ്റീവ് റീസണിങ് നടത്തുന്നത്. ഓക്കെ, ദെൻ ഡിഡക്ഷൻ്റെ പാത്ത് നമ്മൾ ഇൻഡക്ഷൻ്റെ പാത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ നമ്മൾ പറഞ്ഞത് സ്പെസിഫിക് ഒബ്സർവേഷൻസിൽ നിന്ന് തുടങ്ങിയിട്ടാണ് തിയറിയിലേക്ക് എത്തിയത്. ഇവിടെ നേരെ തിരിച്ച് തിയറിയിൽ നിന്ന് തുടങ്ങി കൺഫർമേഷൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസിലേക്കാണ് എത്തുന്നത്. തിയറീനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു തിയറീനെ എടുത്ത് അനലൈസ് ചെയ്ത് അതിന് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്തിട്ടാണ് ചില ഒബ്സർവേഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് കൺഫർമേഷൻസിലേക്ക് എത്താൻ സാധിക്കുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ഡിഡക്റ്റീവ് പ്രോസസ്സ് റീസണിങ് നടക്കുന്നത്. ഓക്കെ, ദെൻ ദ ഡിഡക്ഷൻ ഓപ്പറേറ്റ്സ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോൺ ആസ് സില്ലോജിസംസ് കണ്ടെയ്നിങ് 3 പാർട്സ്. ഡിഡക്ഷൻ്റെ 3 പാർട്സ് ആയിട്ടാണ് നമ്മുടെ സില്ലോജിസംസ്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ് നമ്മളിത് പോകുന്നത്, ഡിഡക്റ്റീവ് പ്രോസസ്സ് പോകുന്നത്. അതിന് പറയുന്നത് നമ്മൾ സില്ലോജിസംസ് എന്നാണ്. ഇതിന് 3 പാർട്ടുണ്ട്. The first part, the major premise. ഈ മേജർ പ്രിമൈസ് ആണ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വിച്ച് റീസണിങ് ഈസ് ബേസ്ഡ്. റീസണിങ്ങിനെ ബേസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ മേജർ പ്രിമൈസ് എന്ന് പറയുന്നത്. ദെൻ മൈനർ പ്രിമൈസ് ആൻഡ് ദ കൺക്ലൂഷൻ. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഉള്ളത് ഡിഡക്ഷൻ്റെ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനെയാണ് നമ്മൾ സില്ലോജിസംസ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മാമൽസ് സക്കിൾ ദെയർ യങ് വൺസ്. ഇതൊരു മേജർ പ്രിമൈസ് ആണ്. അതായത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ജനറലൈസേഷനാണ്. മാമൽസ് സക്കിൾ ദെയർ യങ് വൺസ്. ദെൻ മൈനർ പ്രിമൈസ് നമ്മളുടെ പ്രോസസ്സ്, സീരീസ് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ദെൻ നമുക്ക് മനസ്സിലാവുന്ന സ്പെസിഫിക് ഒബ്സർവേഷൻ ആയിട്ടുള്ള ഒരു ബാറ്റിനെ നമ്മൾ കണ്ടു. ബാറ്റ് ഈസ് എ മാമൽ. ബാറ്റ് ഒരു മാമലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്കിതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore, ബാറ്റിൽ suckle their young ones. That is the conclusion. ഈ രീതിയിൽ മേജർ പ്രിമൈസ് എന്ന് തുടങ്ങി മൈനർ പ്രിമൈസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പെസിഫിക് ആയുള്ള ഒബ്സർവേഷൻസിനെയാണ്. ഈ ഒബ്സർവേഷൻസ് കുറച്ചും കൂടി വെൽ ഡെവലപ്ഡ് ആക്കി അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മേജർ പ്രിമൈസിൽ നിന്നാണ്. ഓക്കെ, ദെൻ നമുക്കതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം. ചില സമയത്ത് ചിലപ്പോൾ എക്സെപ്ഷൻസിൻ്റെ കേസിൽ, ചില എക്സെപ്ഷൻസ് അല്ല, എവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ കൂടുതൽ ഒബ്സർവേഷൻസ് നടത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് തെറ്റുകളിലേക്ക് പോവാം ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈഡൻസ് ഇവിടെ അത്യാവശ്യമാണ് അല്ലേ. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് പുറമെ ചില സമയത്ത് അത് നെഗറ്റീവായിട്ടില്ലെങ്കിൽ തെറ്റായ രീതിയിലേക്കും പോവാം. അതിന് കൂടുതൽ ഒബ്സർവേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ് പെർട്ടിക്കുലർ ടു ജനറൽ. പെർട്ടിക്കുലർ ടു
ജനറലാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. നേരെ ഓപ്പോസിറ്റാണ് ജനറൽ ടു പെർട്ടിക്കുലർ ആണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ദെൻ ഡ്രോ ഔട്ട് കൺക്ലൂഷൻ ഓർ പ്രിൻസിപ്പിൾ. ഇൻഡക്റ്റീവ് മെത്തേഡിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അല്ലേ, ഒരു പ്രിൻസിപ്പിളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സ്പെസിഫിക് ഒബ്സർവേഷൻ തുടങ്ങി നമ്മളൊരു ജനറലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിലേക്ക് എത്തിച്ചേരുന്നു. ഡിഡക്റ്റീവ് മെത്തേഡ് റൂൾ ഓർ പ്രിൻസിപ്പിൾ ടോട്ട് ബിഫോർ ഹാൻഡ്. ഓൾറെഡി നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ട്രൂത്ത് എന്താണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താണ്, ലോ എന്താണ്, ജനറലൈസേഷൻ എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. ഓക്കെ. ദെൻ ചിൽഡ്രൻ ദംസെൽസ് ഡിസ്കവർ റൂൾസ് ഓർ പ്രിൻസിപ്പിൾ. ഇൻഡക്റ്റീവ് മെത്തേഡിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ സ്വയം അവർ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. റൂളാണ് അതായത് ജനറലൈസേഷൻ അവർ സ്വയം ഉണ്ടാക്കുന്നതാണ്. അതായത് സ്പെസിഫിക് ആയുള്ള ഒബ്സർവേഷൻസ്, ഇപ്പോൾ ഓരോ ഓൾറെഡി എല്ലാ ഗ്രീൻ ലീവ്സിനെയും അവർ പ്ലാന്റ്സിനെ നോക്കി എല്ലാം ഗ്രീൻ ലീവ്സൊക്കെ ഫോട്ടോസിന്തസിസിന് കപ്പാസിറ്റി ഉള്ളതാണ് എന്നുള്ളതൊരു ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നു. ഓൾ ഗ്രീൻ ലീവ്ഡ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു. Then the children have to depend on others for discovering the rule or principle. ഇവിടെ നമുക്ക് ആദ്യം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ റൂൾ നമ്മൾ ആദ്യം അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അവർക്ക് റൂൾ എന്താണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താണ്, ജനറലൈസേഷൻ എന്താണ് എന്നുള്ള ഇത് അവർക്ക് കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്കവറി ചെയ്യല്ല ചെയ്യുന്നത്. ആ ഡിസ്കവറിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ. ദെൻ വെരി യൂസ്ഫുൾ ഇൻട്രസ്റ്റിംഗ് ഫോർ സ്മോൾ ചിൽഡ്രൻ. ഇൻഡക്റ്റീവ് റീസണിങ് ആണ് എപ്പോഴും ചെറിയ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നത്. കാരണം അവർ എന്ത് കണ്ടു കഴിഞ്ഞാലും വളരെ ക്യൂരിയസ് ആയിട്ട് അതിനെങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരു പേന നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ചെറിയ വളരെ ഒരു 1-1.5 വയസ്സായിട്ടുള്ള കുട്ടിക്ക് നമ്മളൊരു പേന എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഒരു പേനയുടെ രൂപത്തിൽ എന്തെങ്കിലും കണ്ടാൽ അവരതിനെ വിളിച്ചു തുടങ്ങും. അല്ലെങ്കിൽ ഒരു എഴുതുമ്പോൾ നിറം വരുന്ന കണ്ടാലോ അതിൻ്റെ രൂപം കണ്ടാലോ അവർ സ്വയം അതിനെ പേന അല്ലേ, പേന എന്നുള്ളത് പിന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ അവരുടെ ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് പല വെറൈറ്റി ഓഫ് പെന്നിലേക്ക് കടക്കും. എന്നിട്ട് അവർ കുറേ കഴിയുമ്പോൾ അതിനൊരു ജനറലൈസേഷൻ അവർ തന്നെ ഫോം ചെയ്യും. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് വേണം ഒരു പേനയാവാൻ എന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കുന്നു. അതിനൊരു ജനറലൈസേഷൻ സ്വയം അവർ ഫോം ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് മറ്റുള്ള എക്സാമ്പിൾസിനെ അതിലേക്ക് ആഡ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. ഓക്കെ. ദെൻ വെരി യൂസ്ഫുൾ ഫോർ യങ് സ്റ്റുഡൻസ് ഫോർ ഹയർ ക്ലാസ്സസ്. ഡിഡക്റ്റീവ് റീസണിങ് എപ്പോഴും ഹയർ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മളൊരു റൂൾ അല്ലെങ്കിൽ ജനറലൈസേഷൻസ് പഠിക്കുന്നത് മുൻ ക്ലാസ്സുകളിൽ നിന്നിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ ഹയർ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുന്നത്. ദെൻ ഓൾ ദ വർക്ക് ഈസ് ഡൺ ബൈ ദ ചൈൽഡ്. ഇവിടെ നമുക്ക് ഒരു വർക്കും മുതിർന്നവരല്ലെങ്കിൽ മോർ നോളജബിൾ ആയുള്ള പേഴ്സൺസിൻ്റെ ഒന്നും ഹെൽപ്പ് ഇവിടെ ആവശ്യമില്ല. അവർ സ്വയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മൊത്തം പൊതുവെ എല്ലാ നോളജും അവർ സ്വയം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഓൾ ദ വർക്ക് ഈസ് ഡൺ ബൈ ദ ടീച്ചർ. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ നോളേജ് അവിടെ എന്തുതന്നെയാണ്, ദ ജനറലൈസേഷൻ പ്രിൻസിപ്പിൾ ഓർ റൂൾ, അതാണ് അവിടുത്തെ നോളേജ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി ടീച്ചേഴ്സ് അല്ലെങ്കിൽ മുതിർന്നവർ പ്രൊവൈഡ് ചെയ്യും. ദെൻ അതർ ഡിഫറൻസ്, ദ ചൈൽഡ് മേക്ക് ഹിസ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. സ്വയമാണ് അല്ലേ കുട്ടി തന്നെ അവരുടെ മെൻ്റൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, മെൻ്റൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇൻ ദിസ് മെത്തേഡ് വൺ ഗെറ്റ്സ് ഡയറക്ഷൻ. ഇവിടെ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ഇതൊരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. എങ്ങനെയാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതിന് ഫസ്റ്റ് നമ്മളൊരു ജനറലൈസേഷൻസ് കൊടുത്ത് കുട്ടികളെ കൊണ്ട് അതിലേക്ക് എത്തിച്ചേരാനൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കുട്ടിക്ക് ഒരു ഡയറക്ഷൻ കിട്ടുകയാണ്. ടീച്ചേഴ്സ് വഴി ഒരു ഡയറക്ഷൻ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ദ നെക്സ്റ്റ്, ദ മച്ച് ടൈം ഈസ് ടേക്കൺ ഇൻ ടീച്ചിങ്, ലെസ് ടൈം ഈസ് ടേക്കൺ ഇൻ ടീച്ചിങ്. ഡിഡക്റ്റീവ് റീസണിങ് വെച്ചിട്ട് നമ്മൾ ടീച്ചിങ്ങിനാണെങ്കിൽ എളുപ്പമാണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സ് നടന്നു പോകും. പക്ഷേ ഇവിടെ
ഇൻഡക്റ്റീവ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ടീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ ടൈം കൺസ്യൂമിങ് ആണ്. കാരണം അവർ സ്വയം എത്തുക എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എത്താണ്, അവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു വലിയ എഫേർട്ടാണ്. അപ്പോൾ അതിന് ടൈം കൺസ്യൂമിങ്ങും ആണ്. ഓക്കെ, ദെൻ ദ ചൈൽഡ് ക്യാൻ തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ലോജിക്കലി. കുട്ടിക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിലൂടെ കൊണ്ടുവരുന്നത്. ദ ചൈൽഡ് ഈസ് നോട്ട് ഫ്രീ ടു തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി നോർ ക്യാൻ ഹി പുട്ട് അപ്പ് എനി ലോജിക്. കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ അവരുടെ ഒരു ലോജിക്കൽ തിങ്കിങ് അല്ല അവിടെ നടക്കുന്നത്. ശരിക്കും അവർക്ക് ഇൻഡിപെൻഡൻ്റായി ചിന്തിക്കാനോ അതിനുള്ളൊരു അവസരമല്ല ഇവിടെ ഡിഡക്റ്റീവ് റീസണിങ് വെച്ച് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. എപ്പോഴും നല്ലത് ഇൻഡക്റ്റീവായിട്ട് ചിന്തിപ്പിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് അവർക്ക് കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളും അതിലേക്ക് കൊണ്ടുവരികയാണ് അവർക്ക് ചെയ്യാൻ. അപ്പോൾ വേറെ പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കൂടുതൽ ചെയ്യാനില്ല, അവരെ റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ. ഓക്കെ, ദെൻ ദ ചൈൽഡ് അറ്റെയിൻസ് ന്യൂ നോളേജ്. കുട്ടി പുതിയൊരു അറിവിലേക്ക് അവിടെ എത്തിച്ചേരുന്നുണ്ട്. ദ നോളേജ് ഈസ് യൂസ്ഡ് ഇൻ എ ന്യൂ പ്ലേസ്. ഇവിടെ ചെയ്യുന്നത് അവർ പഠിച്ച ഒരു കാര്യം, ഡിഡക്റ്റീവ് റീസണിങ്ങിൽ അവർ ഓൾറെഡി പഠിച്ച ഒരു കാര്യം പുതിയ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പുതിയ സന്ദർഭത്തിൽ അവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയൊരു അവർ പഠിച്ച ബേർഡ്സിനെ കുറിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റ് പുതിയൊരു പക്ഷിയെ കാണുമ്പോൾ അവരവിടെ യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ ഫീച്ചേഴ്സ്, ഇവർ പഠിച്ച കൺസെപ്റ്റിലുള്ള ബേർഡ്സിൻ്റെ ഫീച്ചേഴ്സ് വേറൊരു സന്ദർഭത്തിൽ വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൽ അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ദെൻ ദ മെത്തേഡ് ഈസ് എ വേ ഓഫ് ഇൻവെൻഷൻ. നമുക്ക് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് ഇൻവെൻഷൻ. അവിടെ കുട്ടി സ്വയം കണ്ടെത്തുന്നുണ്ട്, അല്ലേ? അറിവ് അവിടെ സ്വയം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തോ ഒന്നും അവിടെ കുട്ടി കണ്ടെത്തുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് വേ ഫോർ ഇമിറ്റേഷൻ. കാരണം അവർ ഓൾറെഡി പഠിച്ച കാര്യമാണ്, അവർ ഇമിറ്റേറ്റ് ചെയ്യണം, ഇതേപോലെ തന്നെയാണ് മറ്റേത്. ഓക്കെ, അപ്പോൾ ആ പഠിച്ച കാര്യത്തിന് പിന്നീട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇത് അരിസ്റ്റോട്ടിലാണ് ഈ ഒരു ഡിഡക്റ്റീവ് മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനറൽ ടു സ്പെസിഫിക് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ട്രൂത്തിനെ ചില പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ തിയറി ടു കൺഫർമേഷൻ ആണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഡിഡക്ഷൻ ഓപ്പറേറ്റ്സ് ത്രൂ എ സീരീസ് ഓഫ് സിലോജിസംസ്, അല്ലേ? ഇപ്പോൾ മേജർ പ്രിമൈസ് ഉണ്ട്, മൈനർ പ്രിമൈസ് ഉണ്ട്, ദെൻ ദ കൺക്ലൂഷൻ. എങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് പോകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ദെൻ അതിൻ്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസിൽ മെയിനായിട്ട് പറയുന്നത് ഇൻഡക്റ്റീവ് റീസൺ, ഇവിടെ കൊടുത്തിട്ടില്ലാത്തൊരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ചാണ്, അല്ലേ? ടോപ്പ് ഡൗൺ പ്രോസസ്സാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ഈ ഒരു ഡിഫറൻസും കൂടി അവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ.